അങ്ങനെ കൃഷ്ണനും ബലരാമനും അക്രൂരനും കൂടി മധുരാപുരിയിലെത്തി. രഥത്തിൽ നിന്നിറങ്ങിയതിന് ശേഷം അക്രൂരൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഭഗവാനെ, അങ്ങ് ഇന്ന് എൻ്റെ ഗൃഹത്തിൽ അതിഥിയായി എത്താൻ ദയവുണ്ടാവണം. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഭവനം അനുഗ്രഹീതമാകുവാൻ അങ്ങ് അനുവദിക്കണം. അപ്പോൾ കൃഷ്ണ ഭഗവാൻ പറഞ്ഞു: താൻ എന്തിനാണോ മധുരയിൽ വന്നത്, അക്കാര്യം സംഭവിച്ചതിന് ശേഷം അക്രൂരൻ്റെ ആതിഥ്യം സ്വീകരിക്കാം. മധുരാ നഗരിയിൽ പ്രവേശിച്ച കൃഷ്ണനും ബലരാമനും ഗോപന്മാരും കൂടി മധുര മുഴുവൻ ചുറ്റിക്കറങ്ങിക്കാണുവാൻ ആരംഭിച്ചു. ഉദിച്ചുയർന്ന ആദിത്യനെപ്പോലെ ശോഭയാർന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാൻ മധുരാവാസികൾ മട്ടുപ്പാവിൽ അണിനിരന്നു, പ്രത്യേകിച്ചും പെൺകൊടിമാർ. ഇത്രയും ശോഭയാർന്ന ഈ കുമാരന്മാർ ആരായിരിക്കുമെന്ന് മധുരാവാസികൾ അത്ഭുതപ്പെട്ടു. അവർ ആനന്ദാതിരേകത്തോടെ കണ്ണൻ്റെ മുഖത്തുനിന്നും കണ്ണെടുക്കാതെ നോക്കി നിന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് കംസന് ചന്ദനദ്രവ്യം അരച്ചു കൊടുക്കുന്ന കുബ്ജ എന്നൊരു സ്ത്രീയെ കണ്ടുമുട്ടി. അവൾക്ക് പുറത്തൊരു കൂനുണ്ടായിരുന്നു. കാണാനും അത്ര ഭംഗിയുണ്ടായിരുന്നില്ല. കൃഷ്ണൻ കുബ്ജയെ കണ്ടപ്പോൾ ചോദിച്ചു: ഭവതി, നീ ആരാണ്? എന്തു ചെയ്യുന്നു? അപ്പോൾ അവൾ മറുപടി പറഞ്ഞു: ഞാൻ കംസരാജാവിന് കുറിക്കൂട്ടുകൾ എത്തിക്കുന്ന ഭൃത്യയാണ്. പക്ഷേ ഇന്ന് ഈ കുറിക്കൂട്ടുകൾ നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് കുബ്ജ ചന്ദനം കണ്ണൻ്റെയും ബലരാമൻ്റെയും നെറ്റിയിൽ തൊട്ടുകൊടുത്തു. കണ്ണൻ അവളോട് ചോദിച്ചു: ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത്? പരമ്പൊരുളായ ശ്രീകൃഷ്ണ ഭഗവാൻ അവളുടെ പാദങ്ങളിൽ ചവിട്ടി കൈകളിൽ പിടിച്ച് അവളെ മുകളിലേക്കുയർത്തി. അത്ഭുതം! കുബ്ജയുടെ കൂനെവിടെ പോയി? അതുപോലെ അവളുടെ വൈരൂപ്യം മാറി അവളിൽ സൗന്ദര്യം വഴിഞ്ഞൊഴുകി. കുബ്ജ ആ പാതാരവിന്ദങ്ങളിൽ നമസ്കാരം ചെയ്തു. പിന്നീട് കൃഷ്ണൻ ഗോപന്മാരോട് പറഞ്ഞു: നമുക്ക് ധനുർയാഗം നടക്കുന്നിടത്തേക്ക് പോകാം. ധനുർയാഗം നടത്തുന്ന മണ്ഡപത്തിൻ്റെ വാതിലിലായി കുവലയ പീഠം എന്ന ആന നിൽപ്പുണ്ടായിരുന്നു. ആനയെ മാറ്റിത്തരിക, തങ്ങൾക്കകത്തു പോകണമെന്ന് പറഞ്ഞിട്ട് ആനക്കാരൻ വിസമ്മതിച്ചു. പരമ്പൊരുളായ ഭഗവാൻ എന്തിനാണ് ഒരു ആനക്കാരൻ്റെ സമ്മതം? അകത്തേക്ക് കടക്കാനൊരുങ്ങിയ കൃഷ്ണൻ്റെ മുമ്പിലേക്ക് ആന നടന്നെടുത്തു. കൃഷ്ണൻ്റെ കുസൃതി അവിടെയും നമുക്ക് കാണാം. ആനയുടെ കാലിൻ്റെ പുറകിലായി കൃഷ്ണൻ ഒളിച്ചു. തൻ്റെ കാലിൻ്റെ പുറകുവശം ആനയ്ക്ക് കാണാൻ കഴിവില്ല. അങ്ങനെ ആനയെ കുറേ നേരം വട്ടം ചുറ്റിച്ചതിന് ശേഷം കൃഷ്ണൻ ആനയുടെ കാലുകൾക്കിടയിലൂടെ തറയിൽ കിടന്നുരുണ്ടു. അപ്പോൾ ആന തറയിലേക്ക് കാലിടറി വീണു. ആ തക്കം നോക്കി ആനയുടെ പുറത്ത് കയറിയ ശ്രീകൃഷ്ണ ഭഗവാൻ ആനയുടെ മസ്തകം നോക്കി പ്രഹരിച്ചു. ആന മണ്ണിലേക്ക് ചരിഞ്ഞു. അങ്ങനെ കുവലയപീഠമെന്ന ആന യമപുരിയിലേക്ക് യാത്രയായി. കൃഷ്ണനും ബലരാമനും കൂടി ആനയുടെ 2 കൊമ്പുകളും വലിച്ചൂരി ധനുർയാഗം നടക്കുന്നിടത്തേക്ക് ചെന്നു.